ഹായ്, ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കേട്ടറ്റ് മെയിനായിട്ട് കാറ്റഗറി 2-ലും 3-ലും ചോദിച്ച് കാണുന്ന ആൻറ്റോണിംസും സിനോണിംസുമാണ്. അതുപോലെ തന്നെ ചോദിക്കാൻ സാധ്യതയുള്ള ആൻറ്റോണിംസും സിനോണിംസും, അതായത് ഇംഗ്ലീഷ് വൊക്കാബുലറിയെ കോൺസെൻട്രേറ്റ് ചെയ്തിട്ടുള്ള ക്ലാസ്സാണ് ഇന്നത്തേത്. മെയിനായിട്ട് ഇത് കാറ്റഗറി 2 ആൻഡ് 3ക്ക് വേണ്ടിയിട്ടുള്ളതാണ്. ബാക്കി എല്ലാത്തിലും വരാറുണ്ട്. ഇതിൽ ഇംഗ്ലീഷ് എടുത്ത് പറഞ്ഞിട്ടുള്ളത് കൊണ്ടാണ് അങ്ങനെ ഡിസ്കസ് ചെയ്യുന്നത്. ആദ്യം നമ്മൾ നോക്കാൻ പോകുന്നത് UP ലെവൽ, അതായത് കാറ്റഗറി 2 ലെവലിൽ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. ഒന്നാമത്തത് ബെനവലൻറ്റ്. ഒന്നാമത്തെ വേർഡാണ് ബെനവലൻറ്റ്. ബെനവലൻറ്റ് മീനിങ് കൈൻഡ് ആൻഡ് ജനറസ് എന്നാണ്. കൈൻഡ് ആൻഡ് ജനറസ്. PSC എക്സാമുകളിലും കേട്ടറ്റ് സീറ്ററ്റ് തുടങ്ങിയ എല്ലാ എക്സാമുകളിലും ഒരുപാട് തവണ റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചിട്ടുള്ള വാക്കിലൊന്നാണ് ബെനവലൻറ്റ്. ബെനവലൻറ്റ് മീനിങ് കൈൻഡ് ആൻഡ് ജനറസ്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് വരുന്ന ഓപ്ഷൻസ് അല്ലെങ്കിൽ വാക്കുകളുമാണ് നമ്മൾ അതിൽ നിന്ന്. സിനോണിംസ് എന്ന് പറഞ്ഞാൽ എപ്പോഴും ശ്രദ്ധിക്കുക, അതിൻ്റെ പര്യായ പദങ്ങളാണ്. സമാന അർത്ഥം വരുന്ന പദങ്ങളെയാണ് നമ്മൾ സിനോണിംസ് എന്ന് വിളിക്കുന്നത്. ആൻറ്റോണിംസ് എന്ന് പറഞ്ഞാൽ ഓപ്പോസിറ്റ് വേർഡ്സ് ആണ്, അല്ലെങ്കിൽ വിപരീത പദങ്ങളാണ്. അപ്പോൾ സിനോണിം എന്ന് പറഞ്ഞാൽ പര്യായ പദം അല്ലെങ്കിൽ സമാനാർത്ഥം വരുന്ന പദം. ബെനവലൻ്റ് മീനിങ് കൈൻഡ് ആൻഡ് ജനറസ്. എക്സാമ്പിളായിട്ടോട് കൊടുത്തിട്ടുണ്ട്. ദ ബെനവലൻ്റ് ടീച്ചർ ഹെൽപ്ഡ് ദ സ്റ്റുഡൻസ്. അടുത്ത വാക്കാണ് ഡിലിജൻസ്. പേഴ്സിസ്റ്റൻ്റ് ഹാർഡ് വർക്ക്. ലക്ഷ്യം കാണുന്നത് വരെ നിർത്താതെ തുടർച്ചയായി കണ്ടിന്യൂസ് ആയിട്ട് ഹാർഡ് വർക്ക് ചെയ്യുന്നതിനെയാണ് ഡിലിജൻസ് എന്ന് പറയുന്നത്. സോ സക്സസ് റിക്വയർസ് ഗ്രേറ്റ് ഡിലിജൻസ്. അതാണ് അതിന് എക്സാമ്പിളായിട്ടൊരു സെൻറ്റൻസ് എക്സാമ്പിൾ കൊടുത്തിട്ടുള്ളത്. സെൻറ്റൻസ് എക്സാമ്പിൾ വായിച്ച് വയ്ക്കുമ്പോൾ നമുക്ക് കുറച്ചും കൂടി കൂടുതൽ ഓർമ്മിച്ച് വയ്ക്കാൻ പറ്റും വാക്കിൻ്റെ മീനിങ് എന്താണെന്ന്. ഇപ്പോൾ ബെനവലൻറ്റ് മീൻസ് എ ബെനവലൻറ്റ് ടീച്ചർ മീൻസ് എ കൈൻഡ് ടീച്ചർ. ഡിലിജൻസ് മീൻസ് എന്താണ്? പെർസിസ്റ്റൻ്റ് ഹാർഡ് വർക്ക്. കണ്ടിന്യൂസ് ആയിട്ടുള്ള ഹാർഡ് വർക്കിനെയാണ് നമ്മൾ ഡിലിജൻസ് എന്ന് പറയുന്നത്. ഇനി അടുത്ത് നമ്മുടെ കാറ്റഗറി 3-ൽ കൂടുതലായിട്ടും ചോദിച്ചു കണ്ടിട്ടുള്ളതാണ് ഒന്നാമത്തെ വാക്ക് ട്രാൻസിയൻറ്റ്. ട്രാൻസിയൻ്റ് എന്ന് പറഞ്ഞാൽ ലാസ്റ്റിംഗ് ഓൺലി എ ഷോർട്ട് ടൈം. കുറച്ച് കാലം മാത്രം നിൽക്കുന്നത്, പെട്ടെന്ന് നശിച്ചു പോകുന്ന കാര്യങ്ങളെയാണ് നമ്മൾ ട്രാൻസിയൻ്റ് എന്ന് പറയുന്നത്. പെട്ടെന്ന് നശിച്ചു പോകുന്നതാണ് ട്രാൻസിയൻറ്റ്. ലാസ്റ്റിംഗ് ഓൺലി എ ഷോർട്ട് ടൈം. പ്രൂഡൻറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ കോഷ്യസ് ആയിട്ടിരിക്കുക, അല്ലെങ്കിൽ ആക്ടിങ് വിത്ത് കെയർ ഫോർ ദ ഫ്യൂച്ചർ. ഭാവിയെപ്പറ്റി ആലോചിച്ച് എല്ലാം കൃത്യമായി ആലോചിച്ച് കാര്യങ്ങൾ ചെയ്യുന്നതിനെയാണ് പ്രൂഡൻ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഒരു വ്യക്തി പ്രൂഡൻ്റ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്? അയാൾ ഭാവിയെപ്പറ്റി, അതായത് ഇനി നടക്കാൻ പോകുന്ന എല്ലാ കാര്യങ്ങളെയും പറ്റി ആലോചിച്ച് കൃത്യമായി ചിന്തിച്ച് ചെയ്യുന്ന വ്യക്തി, അല്ലെങ്കിൽ കാര്യങ്ങൾ ചെയ്യുന്ന വ്യക്തി എന്നാണ് പ്രൂഡൻറ്റിൻ്റെ മീനിങ്. ട്രാൻസിയൻ്റ്, ലാസ്റ്റിംഗ് ഓൺലി എ ഷോർട്ട് ടൈം. പ്രൂഡൻറ്റ് മീൻസ് ആക്ടിങ് വിത്ത് കെയർ ഫോർ ദ ഫ്യൂച്ചർ. അടുത്ത വാക്കാണ് ലെതാർജിക്. ലെതാർജിക് എന്ന് പറഞ്ഞാൽ ലാക്കിംഗ് എനർജി ഓർ എൻത്യൂസിയാസം. ഒന്നിനോടൊരു താല്പര്യമില്ലായ്മ എന്നതാണ് ലെതാർജിക് എന്ന വാക്കിൻ്റെ മീനിങ്. ഇവിടെ നമ്മൾ ഡിസ്കസ് ചെയ്ത് ഇപ്പോൾ എത്ര വാക്ക് ഡിസ്കസ് ചെയ്തു? 5 എണ്ണം പറഞ്ഞു. ബെനവലൻറ്റ് പറഞ്ഞു, അതുപോലെ തന്നെ ഡിലിജൻസ്, അത് കഴിഞ്ഞ് പറഞ്ഞതാണ് ട്രാൻസിയൻറ്റ്, പ്രൂഡൻറ്റ്, ലെതാർജിക്. ഇതിങ്ങനെ ഇപ്പോഴേ പഠിക്കുമ്പോൾ തന്നെ ഇതിൻ്റെയൊക്കെ മീനിങ് ഒന്ന് ബൈഹാർട്ട് ചെയ്ത് വയ്ക്കാൻ പറ്റില്ല, എന്നാലും ഒന്ന് എന്തെങ്കിലുമൊക്കെ രീതിയിൽ കണക്ട് ചെയ്ത് വയ്ക്കാനായിട്ട് ശ്രമിക്കുക. ട്രാൻസിയൻ്റ് എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് നശിച്ചു പോകുന്ന കാര്യങ്ങളാണ്, അല്ലെങ്കിൽ കുറച്ച് കാലം മാത്രമുള്ളതാണ് ട്രാൻസിയൻറ്റ്. പ്രൂഡൻ്റ് എന്ന് പറയുമ്പോൾ ഭാവിയെപ്പറ്റി ആലോചിച്ച്, അല്ലെങ്കിൽ വരായികളെപ്പറ്റി ആലോചിച്ച് കാര്യങ്ങൾ ചെയ്യുന്നതാണ് പ്രൂഡൻ്റ് എന്ന്. ലെതാർജിക് എന്ന് പറഞ്ഞാൽ ഒന്നിനോടും ഒരു എൻത്യൂസിയാസമോ അല്ലെങ്കിൽ എനർജിയോ ഒന്നും ഇല്ലാത്ത അവസ്ഥയാണ് ലെതാർജിക് എന്ന് പറയുന്നത്. ഇനി ഇതുപോലെ തന്നെ ഒരുപാട് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് അടുത്തിവിടെ പറയുന്നത്. അതിൻ്റെ ആൻറ്റോണിമും കൂടുതലായിട്ട് അതിൽ ചോദിച്ചിട്ടുള്ള സിനോണിമും ഒറ്റ ടേബിളിലായിട്ട് കൊടുത്തിട്ടുണ്ട്. ഫ്രജൈൽ എന്ന് പറഞ്ഞാൽ അതിൻ്റെ മീനിങ് ആണ് പറയുന്നത് ഡെലിക്കേറ്റ് ആൻഡ് ബ്രിട്ടിൽ എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് പൊട്ടിപ്പോകുന്ന സാധനങ്ങളെ, അല്ലെങ്കിൽ ഭയങ്കര സോഫ്റ്റ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഫ്രജൈൽ എന്ന് പറയാറുണ്ട്. അപ്പോൾ അതിൻ്റെ ഈ ഡെലിക്കേറ്റ് ആൻഡ് ബ്രിട്ടിലിൻ്റെ ഓപ്പോസിറ്റാണ് ടഫ് ആൻഡ് റോബസ്റ്റ്. ഇത് കാറ്റഗറി 2-ന് ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്. അടുത്തത് ഒപ്റ്റിമിസ്റ്റിക് എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയാം, ഹോപ്പ്ഫുൾ, എല്ലാത്തിനെയും പോസിറ്റീവ് രീതിയിൽ കാണുന്നതാണ് അതിൻ്റെ മീനിങ്. ഹോപ്പ്ഫുൾ, കോൺഫിഡൻ്റ് ഒക്കെ അതിൻ്റെ സിനോണിമായിട്ട് വരാം. അടുത്തതിൻ്റെ ആൻറ്റോണിമ എന്ന് പറയുന്നത്, ഇപ്പോൾ ഒപ്റ്റിമിസ്റ്റിക്കിൻ്റെ കറക്റ്റ് ആൻറ്റോണിമാണ് പെസിമിസ്റ്റിക്. ഒപ്റ്റിമിസം എന്ന് കൊടുത്തിരുന്നാൽ പെസിമിസം. അതുപോലെ തന്നെ ഗ്ലൂമി. ദെൻ ഇനോർമസിൻ്റെ മീനിങ് ആണ് വലുതെന്നൊക്കെയാണ് ഇനോർമസ് എന്ന് പറയുന്ന വാക്കിൻ്റെ മീനിങ് എന്ന് പറയുന്നത്. അതിന് സിനോണിമായിട്ട് വരുന്ന മറ്റു വാക്കുകളാണ് കൊളോസൽ, മാമത്തൊക്കെ. ഇതിൻ്റെ കോമൺ ആയിട്ട് ചോദിക്കുന്ന ആൻറ്റണിമാണ് ഡിമിന്യൂട്ടീവ്, ടൈനി. ഇതും നേരത്തെ ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്. ദെൻ അബണ്ടൻസ് എന്ന് പറഞ്ഞാൽ ഒരുപാടുണ്ടാവുക, അല്ലെങ്കിൽ സമൃദ്ധിയിൽ ഉണ്ടാവുന്നതിനെയാണ് നമ്മൾ അബണ്ടൻസ് എന്ന് പറയുന്നത്. അതിൻ്റെ സിനോണിം പ്ലെൻറ്റി, പ്രൊഫ്യൂഷൻ. പ്ലെൻറ്റി ഓഫ് എന്ന് പറയുന്നത് ഒരുപാടുണ്ട് എന്ന് പറയുന്നതാണ് പ്ലെൻറ്റി ഓഫ്, പ്രൊഫ്യൂഷൻ. ഇതൊക്കെ അബണ്ടൻസ് തന്നെയാണ്. ഇതിൻ്റെ ഓപ്പോസിറ്റ് എന്ന് പറയുന്നത് ആൻറ്റണിം എന്ന് പറയുന്നത് സ്കാസിറ്റി. അബണ്ടൻസ് ഒരുപാടുണ്ടാവുക, ഇല്ലായ്മ എന്തെന്ന് പറയും? സ്കാസിറ്റി, ഡെർത്ത് എന്നൊക്കെ പറയും. അടുത്തത് ട്രാൻസിയൻറ്റ്. നമ്മൾ നേരത്തെ പറഞ്ഞു ട്രാൻസിയൻ്റ് എന്ന് പറഞ്ഞാൽ ഫ്ലീറ്റിംഗ്, ബ്രീഫ് ഒക്കെ അതിൻ്റെ സിനോണിമായിട്ട് പറയാം. ഇത്
ഒരുപാട് കാലം നിലനിൽക്കാത്തതിനെയാണ് നമ്മൾ ട്രാൻസിയൻ്റ് എന്ന് പറയുന്നത്. ബ്രീഫ്, കുറച്ചു കാലം മാത്രമൊക്കെ നിൽക്കുന്നത്. അപ്പോൾ അതിൻ്റെ കോമൺ ആയിട്ടുള്ള ആൻറ്റോണിമാണ് പെർമനൻറ്റ്, ഇറ്റേണൽ, സ്ഥിരമായിട്ടുള്ളത് അല്ലെങ്കിൽ ഇറ്റേണൽ, ലോകാവസാനം വരെയൊക്കെ ഉള്ളതെന്നൊക്കെ ഉള്ള മീനിങ്ങിലാണ് പെർമനൻറ്റ്, ഇറ്റേണലൊക്കെ പറയുന്നത്. ഈ പറയുന്നതൊക്കെ മുമ്പ് നമ്മുടെ കാറ്റഗറി 2ലും 3ലും ആയിട്ടൊക്കെ ഒരുപാട് തവണ റിപ്പീറ്റ് ചെയ്ത് ചോദിച്ചിട്ടുള്ള വേർഡ്സാണ്. ഇത്രയും സിനോണിംസും ആൻറ്റോണിംസും ഒക്കെ ഒന്ന് നോക്കി വയ്ക്കാൻ ശ്രമിക്കുക. ഇത്രയും നോക്കി വയ്ക്കുമ്പോൾ ഒന്നുമില്ലെങ്കിൽ നമുക്ക് ഓപ്ഷനിൽ നിന്ന് ഓപ്ഷൻ ഡിലീഷൻ മെത്തേഡിലൂടെ മറ്റ് ചോദ്യങ്ങളുടെ ഉത്തരങ്ങളിലേക്ക് എത്താനെങ്കിലും സാധിക്കും. ഇനി നമുക്ക് കുറച്ച് PYQs ആണ്. സിനോണിംസിൻ്റെ നോക്കാം. ഇവിടെ ആൻസർ ഓൾറെഡി മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ചൂസ് ദ വേർഡ് നിയറസ്റ്റ് ഇൻ മീനിങ് ടു ദ വേർഡ് മെറ്റിക്കുലസ്. മെറ്റിക്കുലസ് എന്ന് പറയുന്ന വാക്കിൻ്റെ മീനിങ് ആയിട്ട് വരുന്ന വാക്കിനെ കണ്ടെത്താനാണ്. അതിൻ്റെ മീനിങ് ആയിട്ട് ഇവിടെ വരുന്നത് പെയിൻ സ്റ്റേക്കിംഗ് ആണ്. അതാണ് പെയിൻ സ്റ്റേക്കിംഗ് ആണ് ആൻസർ. കെയർലെസ്, ഹേസ്റ്റി, ഫോർഗെറ്റ്ഫുൾ ഒന്നുമല്ല ഇവിടുത്തെ ആൻസർ, പെയിൻ സ്റ്റേക്കിംഗ്. അടുത്തത്, വാട്ട് ഈസ് സിനോണിം ഓഫ് കാൻഡിഡ് ആസ് യൂസ്ഡ് ഇൻ എ ഫോർമൽ ഡിബേറ്റ്. അതിൻ്റെ ആൻസർ കാൻഡിഡ് എന്ന് പറഞ്ഞാൽ ഫ്രാങ്ക് എന്നാണ്. സിനോണിമാണ് ഇവിടെ ചോദിക്കുന്നത്, ശ്രദ്ധിക്കുക. കാൻഡിഡ് എന്ന് പറയുമ്പോൾ അതിൻ്റെ അർത്ഥം ഫ്രാങ്ക് എന്നും കൂടിയാണ് വരുന്നത്. അടുത്ത്, ഐഡൻറ്റിഫൈ ദ സിനോണിം ഫോർ അബാൻഡൻ. അബാൻഡൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഉപേക്ഷിച്ച് കളയുക എന്നൊക്കെയാണ്, അല്ലെങ്കിൽ തള്ളിക്കളയുക എന്നൊക്കെയാണ് അതിൻ്റെ മീനിങ്. സോ അബാൻഡൻ എന്ന് പറഞ്ഞാൽ ഫോർസേക്ക്, അതിൻ്റെ സിനോണിം ഫോർസേക്ക്. ഫൈൻഡ് ദ സിനോണിം ഓഫ് പ്രൂഡൻറ്റ്. പ്രൂഡൻറ്റ് നമ്മൾ നേരത്തെയും കൂടി നോക്കിയതാണ്. എങ്ങനെയാണ് നമ്മൾ ഭാവിയെ പറ്റിയൊക്കെ ആലോചിച്ച് കോഷ്യസ് ആയിട്ട് ആക്ട് ചെയ്യുന്നവരെയാണ് നമ്മൾ പ്രൂഡൻറ്റ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഓപ്ഷൻ എ റെക്ലെസ് അല്ല, ഓപ്ഷൻ ബി ഇവിടെ ജുഡീഷ്യസ് ആണ് ആൻസർ ആയിട്ട് വരുന്നത്. ഫൂളിഷ് ഒക്കെ അതിൻ്റെ ഒട്ടും ചേരാത്ത വാക്കുകളാണ് ഫൂളിഷ് ഒക്കെ. അപ്പോൾ സിനോണിം എന്ന് പറഞ്ഞാൽ സെയിം മീനിങ് വരുന്നതിനെയാണ് നമ്മൾ സിനോണിം എന്ന് പറയുന്നത്. ഇപ്പോൾ ഇവിടുത്തെ ആൻസർ ജുഡീഷ്യസ്. അടുത്ത ക്വസ്റ്റ്യൻ, മീനിങ് ഓഫ് വിവിഡ്. വിവിഡ് പിക്ചർ എന്നൊക്കെ പറഞ്ഞാൽ ഗ്രാഫിക് എന്നൊക്കെയാണ് അതിൻ്റെ അർത്ഥം. എന്താണ് ഗ്രാഫിക്? ഡള്ളെന്നോ ഫെയിൻ്റ് എന്നോ. ഡള്ള്, ഫെയിൻ്റ് എന്നൊക്കെ പറഞ്ഞാൽ മങ്ങിയെന്നൊക്കെയാണ്. വിവിഡ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ക്ലിയർ ആയിട്ടുള്ളതെന്നൊക്കെയാണ് മീനിങ്. അപ്പോൾ വിവിഡ് മീൻസ് ഗ്രാഫിക്. ദെൻ റിലക്റ്റൻറ്റിൻ്റെ സിനോണിം. റിലക്റ്റൻ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ എന്തെങ്കിലും ചെയ്യാനായിട്ട് വിമുഖത കാണിക്കുക, താല്പര്യമില്ലായ്മ പ്രകടിപ്പിക്കുക, അതാണ് റിലക്റ്റൻ്റ് എന്ന് പറയുന്നത്. അപ്പോൾ വില്ലിങ്ങും ഈഗറും ഒക്കെ അതിൻ്റെ പോസിറ്റീവ് വേയിൽ ഒരു ഓപ്പോസിറ്റായിട്ട് വരുന്ന വാക്കുകളാണ്. അതിൻ്റെ ആൻസർ അൺവില്ലിങ്. റിലക്റ്റൻ്റ് എന്ന് പറഞ്ഞാൽ വില്ലിങ് അല്ലാത്തതെന്നാണ്, താല്പര്യമില്ലാത്തത്. അപ്പോൾ അൺവില്ലിങ് ആണ് അതിൻ്റെ ആൻസർ. സിനോണിം ഓഫ് ഇനോർമസ്. നമ്മൾ നേരത്തെ ഇതേ ക്വസ്റ്റ്യൻ നമ്മൾ നേരത്തെ പറഞ്ഞതാണ്. ഇനോർമസ് എന്ന് പറഞ്ഞാൽ ഒരുപാട് അല്ലെങ്കിൽ വലുത് എന്നൊക്കെയാണ് അതിൻ്റെ മീനിങ്. അപ്പോൾ സ്മോളും പ്യൂനൊക്കെ അതിൻ്റെ ഓപ്പോസിറ്റിൽ വരുന്നതാണ്. എ കൊളോസലാണ് അതിൻ്റെ ആൻസർ. അടുത്തിനി ആൻറ്റോണിംസ് ആണ്. കുറച്ച് ആൻറ്റോണിംസ് നോക്കാം. ചൂസ് ദ വേർഡ് മോസ്റ്റ് നിയർലി ഓപ്പോസിറ്റ് ഇൻ മീനിങ് ടു വേഗ്. വേഗ് എന്ന് പറയുന്നതാണ് അത്ര ക്ലിയർ അല്ലാത്തത്, ക്ലാരിറ്റി ഇല്ലാത്തത് എന്നൊക്കെയാണ് വേഗിൻ്റെ മീനിങ്. ഇപ്പോൾ ഡള്ള്, ഷെയ്ഡി, അൺനോൺ അതൊക്കെ അതിൻ്റെ സിനോണിം ആയിട്ട് വരും. ഒരേ മീനിങ് ആയിട്ട് വരുന്ന വാക്കുകളാണ് ഡള്ള്, ഷെയ്ഡി, അൺനോൺ. അപ്പോൾ ഇതിൽ നിന്ന് തന്നെ നമുക്കറിയാം ഈ ബാക്കി ഓപ്ഷൻ 3 ഈ പറയുന്ന 4 3 സിമിലർ മീനിങ് വരുന്നതാണ്. അപ്പോൾ ഇതിൻ്റെ ഓപ്പോസിറ്റ് വേർഡ് എന്തായിരിക്കും? ക്ലിയർ ആണ്. ക്ലിയർ. വേഗം എന്ന് പറഞ്ഞാൽ ക്ലിയർ അല്ലാത്തത്. അപ്പോൾ അതിൻ്റെ ഓപ്പോസിറ്റ് എന്താണ്? ക്ലിയർ. അടുത്ത, വാട്ട് ഈസ് ദ ആൻറ്റോണിം ഓഫ് ദ വേർഡ് കോഷ്യസ്. കോഷ്യസ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ നമ്മൾ നേരത്തെ പറഞ്ഞു കെയർഫുള്ളായിട്ടിരിക്കുക, അല്ലെങ്കിൽ നമ്മൾ കാര്യങ്ങൾ ചിന്തിച്ചൊക്കെ പ്രവർത്തിക്കുന്നതിനെയാണ് കോഷ്യസ് എന്ന് പറയുന്ന മീനിങ് വരുന്നത്. അപ്പോൾ അങ്ങനെ നോക്കുകയാണെങ്കിൽ വെരി, കെയർഫുൾ, സേഫ് ഒക്കെ. അപ്പോൾ കെയർഫുൾ, സേഫ്, കോഷ്യസിൻ്റെ സിമിലർ മീനിങ് വരുന്നതാണ്. അവിടുത്തെ ഓപ്പോസിറ്റ് വേർഡ് എന്ന് പറയുന്നത് റെക്ലെസ് എന്നാണ്. റെക്ലെസ് എന്ന് പറഞ്ഞാൽ കോഷ്യസ് അല്ലാത്തത്, ഒരു ശ്രദ്ധയും ഇല്ലാതെ കാര്യങ്ങൾ ചെയ്യുന്നതിനെയാണ് നമ്മൾ റെക്ലെസ് എന്ന് പറയുന്നത്. ഇനി ഓപ്പോസിറ്റ് ഓഫ് അറഗൻറ്റ്. അറഗൻറ്റിൻ്റെ സെയിം മീനിങ് ആണ് ഹോട്ടി, പ്രൗഡൊക്കെ. ഇവിടെ ഹമ്പിൾ. അറഗൻ്റായ വ്യക്തി എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു എല്ലാവരോടും ദേഷ്യത്തിൽ പെരുമാറുന്ന വ്യക്തിയാണ് അറഗൻ്റ്, അല്ലെങ്കിൽ ഒരു ദയയില്ലാതെ പെരുമാറുന്നതാണ് അറഗൻ്റ് എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ ഓപ്പോസിറ്റ് വേർഡ് എന്താണ്? ഹമ്പിൾ. ഹമ്പിൾ. അപ്പോൾ ഹോട്ടി, പ്രൗഡ്, സെൽഫിഷ് ഒക്കെ അതിൻ്റെ സിനോണിംസ് ആയിട്ട് വരും. ഹമ്പിൾ ആണ് ഇവിടുത്തെ ആൻസർ. ഇനി ആൻറ്റോണിം ഓഫ് ഇമാൻസിപ്പേറ്റ്. ഇമാൻസിപ്പേറ്റ് മീൻസ് എൻസ്ലേവ് എന്നാണ്. ഇമാൻസിപ്പേറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ആൻറ്റോണിമാണ് ചോദിച്ചിരിക്കുന്നത്. ഇമാൻസിപ്പേറ്റിൻ്റെ മീനിങ് ആണ് ലിബറേറ്റ്, റിലീസ്. നമ്മൾ ലിബറേറ്റ് ചെയ്യുക, റിലീസ് ചെയ്യുക, അതായത് എല്ലാവരും സ്വതന്ത്രമായിട്ട് വിടുക എന്നുള്ളതിൻ്റെ മീനിങ് ആണ് ഇമാൻസിപ്പേറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ ഓപ്പോസിറ്റാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. നമുക്ക് പലപ്പോഴും പറ്റുന്നത് ഓപ്ഷനിൽ കാണുമ്പോൾ നമ്മൾ ഇമാൻസിപ്പേറ്റിൻ്റെ മീനിങ് ഒക്കെ അറിയാമെന്നുള്ളവരാണെങ്കിൽ പെട്ടെന്ന് ലിബറേറ്റിലോ അല്ലെങ്കിൽ റിലീസിലോ ഒക്കെ തൊടാനുള്ള സാധ്യത, അല്ലെങ്കിൽ ബബിൾ ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അത് സെലക്ട് ചെയ്യുന്നതിന് വരെ നമ്മൾ ശ്രദ്ധിക്കുക ആൻറ്റോണിമാണോ സിനോണിമാണോ ചോദിച്ചിട്ടുള്ളതെന്ന്. ആൻറ്റോണിം എന്താണ്? എൻസ്ലേവ്. ഒരാൾ അടിമപ്പെടുത്തുന്നതിനെയാണ് നമ്മൾ എൻസ്ലേവ് എന്ന് പറയുന്നത്. ഇനി ആൻറ്റോണിം ഓഫ് ആർട്ടിഫിഷ്യൽ. ആർട്ടിഫിഷ്യൽ എന്ന് പറഞ്ഞാൽ നമുക്ക് മനസ്സിലാവുമല്ലോ, റിയൽ അല്ലാത്തത് അല്ലെങ്കിൽ കൃത്രിമമായിരുന്നൊക്കെയാണ് ആർട്ടിഫിഷ്യലിൻ്റെ മീനിങ്. ഇപ്പോൾ സിന്തറ്റിക്, ഫേക്ക് ഒക്കെ അതിൻ്റെ സിനോണിമായിട്ട് വരുന്നതാണ്. അപ്പോൾ ആൻറ്റോണിം എന്ന് പറയുന്നത് ജെനുവിൻ ആണ്, ജെനുവിൻ. ഇനി ആൻറ്റോണിം ഓഫ് കൺസീൽ. കൺസീൽ എന്ന് പറഞ്ഞാൽ ഒളിപ്പിച്ച് വയ്ക്കുക, ഹൈഡ് ചെയ്യുക എന്നുള്ളതാണ് കൺസീലിൻ്റെ മീനിങ്.
അപ്പോൾ അതിൻ്റെ ഓപ്പോസിറ്റ് എന്താണ്? റിവീൽ. എന്താണ്? റിവീൽ. ഇനി ഇതുപോലെ കുറച്ച് ക്വസ്റ്റ്യൻ, ഇത് പ്രീവിയസ് ചോദിച്ചിട്ടുള്ളതല്ല, അല്ലാതെ എടുത്തിട്ടുള്ളതാണ്. നമുക്ക് ടെക്സ്റ്റ് ബുക്കിലും മറ്റോ കാണാൻ കഴിയുന്ന വാക്കുകളാണ് ഇതൊക്കെ. ലൂസിഡ്. ദ ടീച്ചേഴ്സ് ലൂസിഡ് എക്സ്പ്ലനേഷൻ ഹെൽപ്ഡ് ദ സ്റ്റുഡൻസ് ഗ്രാസ്പ് ദ കോംപ്ലക്സ് തിയറം ഈസിലി. ടീച്ചറിൻ്റെ ലൂസിഡ് എക്സ്പ്ലനേഷൻ കാരണം കുട്ടികൾക്ക് കോംപ്ലക്സ് ആയിട്ടുള്ളൊരു തിയറി പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റിയെന്നാണ്. അപ്പോൾ അവിടുത്തെ ലൂസിഡിൻ്റെ മീനിങ് എന്തായിരിക്കും? കൺഫ്യൂസിങ് ആണോ, ബോറിംഗ് ആണോ, ലോങ് ആണോ, ക്ലിയർ ആണോ? അതായത് ഇവിടെ ഭയങ്കര ഈസി ആയിട്ട് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ കോണ്ടെക്സ്റ്റിൽ നിന്ന് നമ്മൾ ആൻസർ സെലക്ട് ചെയ്യുക. ഇതൊക്കെ നമുക്ക് നമ്മുടെ പാരഗ്രാഫിൽ നിന്ന് ചോദിക്കാൻ സാധ്യത, അല്ലെങ്കിൽ നിങ്ങൾക്ക് റീഡിങ് കോംപ്രിഹെൻഷൻ ഉണ്ട്, അങ്ങനെയുള്ള ചോദ്യങ്ങൾ ഇതുപോലത്തെ വാക്കുകൾ കൊടുത്തിട്ട് അവിടെ നിന്ന് മീനിങ് എടുത്തെഴുതാനോ അല്ലെങ്കിൽ ആൻറ്റോണിയം എടുത്തെഴുതാനോ ചോദിക്കും. അപ്പോൾ ഇതിനെ നമ്മൾ ആ കോണ്ടെക്സ്റ്റ് വായിച്ച് മനസ്സിലാക്കാൻ ശ്രമിക്കുക. അപ്പോൾ ലൂസിഡ് എക്സ്പ്ലനേഷൻ എന്ന് പറഞ്ഞാൽ വളരെ ക്ലിയർ ആയിട്ടുള്ള എക്സ്പ്ലനേഷൻ എന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ അതിൻ്റെ ആൻറ്റോണിയമാണ് ചോദിച്ചിരുന്നതെങ്കിൽ കൺഫ്യൂസിങ് എന്നോ ബോറിംഗ് എന്നോ ലോങ് എന്നൊക്കെ നമുക്ക് എഴുതായിരുന്നു. അടുത്തത്, ഡെസ്പൈറ്റ് ദ കലാമിറ്റി ദ വില്ലേജേഴ്സ് റിമൈൻഡ് റെസിലിയൻറ്റ് ആൻഡ് ബിഗൻ റീബിൽഡിങ്. അപ്പോൾ എന്തോ വലിയ പ്രശ്നം നടന്നു, എന്നിട്ടും അവരെന്ത് ചെയ്തു? വീണ്ടും റീബിൽഡ് ചെയ്യാൻ തുടങ്ങി എന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ കലാമിറ്റി നമ്മൾ ഓൾറെഡി ഒരുപാട് വട്ടം കേട്ടിട്ടുള്ളത്. കലാമിറ്റീസ് എന്ന് പറഞ്ഞാൽ ദുരന്തങ്ങളാണ്, പെട്ടെന്നുണ്ടാകുന്ന ദുരന്തങ്ങളാണ് നമ്മൾ കലാമിറ്റീസ് എന്ന് പറയുന്നത്. അപ്പോൾ അതിപ്പോൾ പ്രോസ്പെരിറ്റി എന്ന് പറഞ്ഞാൽ എല്ലാം ഉണ്ടാകുന്ന സമൃദ്ധിയായിട്ടുള്ളൊരവസ്ഥയാണ് നമ്മൾ പ്രോസ്പെരിറ്റി എന്ന് പറയുന്നത്. പാർട്ടി സന്തോഷപൂർവ്വം ഉള്ളപ്പോൾ ചെയ്യുന്നതാണ്. വെതർ എന്ന് പറയുമ്പോൾ കാലാവസ്ഥയാണ്. ഇപ്പോൾ ഇവിടെ ഏറ്റവും കൂടുതൽ ചേർത്ത് വരുന്ന ആൻസർ എന്താണ്? ഡിസാസ്റ്റർ. ഇനി ഇതുപോലെ ഇങ്ങനെ ഒരു ചോദ്യം ചോദിക്കാം, മാച്ച് ചെയ്യാനോ. ഇതിപ്പോൾ മാച്ച് ചെയ്യാനൊന്നും അങ്ങനെ ഒരുപാട് ഡീറ്റെയിൽ ആയിട്ട് അങ്ങനെ ചോദിക്കാറില്ല. ഇതിപ്പോൾ നോക്കി വയ്ക്കാൻ വേണ്ടി മാത്രം പറഞ്ഞു എന്നേ ഉള്ളൂ. ബാഫിൽ, ഇവിടെ നമ്മൾ സിനോണിംസ് ആണ് കണ്ടെത്തേണ്ടത്. എയിലും ബിയിലും, എയിലുള്ള വേർഡിൻ്റെ സിനോണിം ബിയിൽ നിന്നും കണ്ടെത്തുക. ബാഫിൽ, റിലക്റ്റൻ, സാങ്ക്ടി, ഡെർത്ത് ഒക്കെയാണ് കൊടുത്തിട്ടുള്ളത്. ബാഫിൽ എന്ന് പറഞ്ഞാൽ കൺഫ്യൂസ് എന്നാണ്. എൻ്റെ അർത്ഥം എന്താണ്? കൺഫ്യൂസ്. ബാഫിൽ, കൺഫ്യൂസ്. റിലക്റ്റൻ്റ്, നമ്മൾ ഓൾറെഡി റിലക്റ്റൻ്റ് ഒരുപാട് വട്ടം പറഞ്ഞു കഴിഞ്ഞു. റിലക്റ്റൻ്റ് എന്ന് പറഞ്ഞാൽ അൺവില്ലിങ്. സ്കാൻറ്റി എന്ന് പറഞ്ഞാൽ മീഗർ എന്നാണ് അർത്ഥം, മീഗർ. ഡെർത്തിൻ്റെ മീനിങ് നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിൻ്റെ എന്താണ്? സ്കാസിറ്റി അല്ലെങ്കിൽ ഇല്ലായ്മ, ലാക്കൊക്കെയാണ് അതിൻ്റെ മീനിങ്. സോ ഇതെത്രയാണ് നമ്മുടെ മെയിനായിട്ട് ഇതുവരെ പ്രീവിയസ്ലി ചോദിച്ചു കണ്ടിട്ടുള്ള നമ്മുടെ ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത്. നമുക്ക് കുറച്ചും കൂടെ നോക്കണമെങ്കിൽ അബണ്ടൻറ്റ്, നമ്മൾ ഓൾറെഡി പറഞ്ഞു അബണ്ടൻറ്റിൻ്റെ മീനിങ് ഒരുപാടുള്ളത്. അതായത് പ്ലെൻറ്റിഫുൾ, അബണ്ടൻറ്റ്, പ്ലെൻറ്റിഫുൾ. ഫ്ലെക്സിബിളിൻ്റെ ആൻറ്റോണിമാണ് ചോദിച്ചിരിക്കുന്നത്. സിനോണിമാണ് നേരത്തെ ചോദിച്ച അബണ്ടൻറ്റ്. അബണ്ടൻറ്റിൻ്റെ ആൻറ്റോണിം ചോദിച്ചാൽ അവിടെ ഓപ്ഷൻ എയിൽ കിടക്കുന്ന സ്കാഴ്സ് ആണ്. അബണ്ടൻറ്റിൻ്റെ ഓപ്പോസിറ്റ് എന്താണെന്ന് ചോദിച്ചാൽ ആൻറ്റോണിം സ്കാഴ്സും, അബണ്ടൻറ്റിൻ്റെ സിനോണിം പ്ലെൻറ്റിഫുൾ. അതുകൊണ്ടാണ് ഓൾറെഡി ഓപ്ഷൻ ശ്രദ്ധിക്കണമെന്ന് പറയുന്നത്. അടുത്തത് ആൻറ്റോണിം ഓഫ് ഫ്ലെക്സിബിളിൻ്റെ ആൻറ്റോണിമാണ് ചോദിച്ചിരിക്കുന്നത്. അതായത് ഓപ്പോസിറ്റ്. ഫ്ലെക്സിബിൾ എന്ന് പറഞ്ഞാൽ നമുക്ക് എങ്ങനെയും വളച്ചൊടിക്കാൻ അല്ലെങ്കിൽ എന്തിനും പ്രാപ്തമായിട്ടുള്ളതാണ് ഫ്ലെക്സിബിൾ. റിജിഡ് എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല, അങ്ങനെ സ്ട്രോങ് ആയിട്ട് അങ്ങനെ നിൽക്കും, അങ്ങോട്ടോ ഇങ്ങോട്ടോ ഒന്നിനൊന്ന് മാറില്ല, അങ്ങനെയുള്ളതാണ് റിജിഡ് എന്ന് പറയുന്നത്. സോ അടുത്ത് വീണ്ടും സിനോണിമാണ് ചോദിച്ചിരിക്കുന്നത്. ലെഥാർജിക് നമ്മൾ പറഞ്ഞു ഒന്നിനോടൊരു താല്പര്യം ഇല്ലായ്മയാണ് ലെഥാർജിക്. അപ്പോൾ ആക്റ്റീവ്, ക്യുക്ക്, എക്സൈറ്റഡ് ഒക്കെ അതിൻ്റെ സിനോണിംസ് ആണ്. അതിൻ്റെ ഓപ്പോസിറ്റ്സ് ആണ്. ലെഥാർജിക് അതുകൊണ്ട് ആക്റ്റീവ് അല്ലാത്തതെന്നാണ് അർത്ഥം. അപ്പോൾ ആക്റ്റീവ്, ക്യുക്ക്, എക്സൈറ്റഡ് ഒക്കെ അതിൻ്റെ ഓപ്പോസിറ്റ് വേർഡ്സ് ആണ്. ലെഥാർജിക്കിൻ്റെ മീനിങ് എന്ന് പറയുന്നത് സ്ലഗ്ഗിഷ് ആണ്. സോ ഇനി നിങ്ങൾക്ക് വേണ്ടിയിട്ട് വീണ്ടും കൊടുത്തിട്ടുണ്ട് കുറച്ച് ആൻറ്റോണിമസ് സിനോണിംസും. ആർക്കേക്ക്, ഇലോക്വൻ്റ്, ഇന്നെവിറ്റബിൾ, ഫോർട്ടൂറ്റസ്, ഇതൊക്കെ നോക്കി വയ്ക്കേണ്ട കുറച്ച് നമ്മുടെ വേർഡ്സാണ്. ഇതിൻ്റെ ആർക്കേക്കിൻ്റെ സിനോണിമാണ് ആങ്ഷ്യൻ്റ്, ഓൾഡ് ഫാഷൻഡ് എന്നാണ് ആർക്കേക്കിൻ്റെ മീനിങ്. അപ്പോൾ അതിൻ്റെ ഓപ്പോസിറ്റ് വേർഡ് എന്തായിരിക്കും? മോഡേൺ ആണ്. ഇനി ഇലോക്വൻ്റ് എന്ന് പറയുമ്പോഴത്തേക്കും നന്നായിട്ട് സംസാരിക്കുകയും റൈറ്റ് ചെയ്യുകയൊക്കെ ചെയ്യുന്ന എല്ലാത്തിലും ഫ്ലുവൻ്റ് ആയിട്ടുള്ള ആളിനെയാണ് ഇലോക്വൻ്റ് എന്ന് പറഞ്ഞാൽ ഫ്ലുവൻ്റ് എന്ന് തന്നെയാണ് അതിൻ്റെ മീനിങ്. അപ്പോൾ അതിൻ്റെ ഓപ്പോസിറ്റ് വേർഡ് ആൻറ്റോണിം എന്ന് പറഞ്ഞാൽ ഇൻആർട്ടിക്കുലേറ്റ്. ഇന്നെവിറ്റബിൾ നമുക്കറിയാം, അവോയ്ഡബിൾ ആണ്, ഒഴിച്ചുകൂടാൻ പറ്റാത്തതാണ്. അതിൻ്റെ ആൻറ്റോണിം പ്രിവെൻറ്റബിൾ, തടുക്കാൻ കഴിയാത്തത് ഇന്നെവിറ്റബിൾ, അപ്പോൾ അതിൻ്റെ തടുക്കാൻ കഴിയുന്നെന്നുള്ള മീനിങ്ങാണ് ആൻറ്റോണിമിൽ വരേണ്ടത്. ആൻഡ് ഫോർട്യൂട്ടിയസ് എന്ന് പറയുമ്പോഴത്തേക്കും ഒരു ലക്കി ചാൻസിൽ സംഭവിക്കുന്ന കാര്യങ്ങളുള്ളൂ, ആക്സിഡൻ്റലി പെട്ടെന്നൊക്കെ സംഭവിക്കുന്നത്, അതാണ് ആക്സിഡൻ്റൽ അല്ലെങ്കിൽ ലക്കി എന്നും പറയാനുണ്ട്. ആക്സിഡൻ്റൽ, ലക്കി അതിൻ്റെ സിനോണിമാണ്. അതിൻ്റെ ആൻറ്റോണിമാണ് കാൽക്കുലേറ്റഡ്. ലക്കായിട്ടല്ല, നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് സംഭവിക്കുന്ന കാര്യങ്ങൾ. ഇത്രയും വേർഡ്സാണ് നമ്മൾ വൊക്കാബുലറിയിൽ മെയിനായിട്ട് നോക്കി വയ്ക്കുന്നത്. ഇതുപോലെ തന്നെ ടെക്സ്റ്റൊക്കെ വായിച്ച് ടെക്സ്റ്റുമായി ബന്ധപ്പെട്ട് വരുന്ന കുറച്ച് വാക്കുകളും കൂടി നോക്കി വയ്ക്കാനായിട്ട് ശ്രമിക്കുക. ഇതിനെല്ലാത്തിനും നമ്മുടെ വീഡിയോയിൽ, നമ്മുടെ ചാനലിനകത്ത് പ്ലേലിസ്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. കേട്ടതിൻ്റെ അഡോളസെൻ്റ് സൈക്കോളജിക്കും ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡിനും ഇനി ഇംഗ്ലീഷിനും
ഇതുപോലൊരു പ്ലേലിസ്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ട് അതിനകത്തേക്ക് അതിൻ്റെ വീഡിയോയും ആഡ് ചെയ്തിടുന്നതായിരിക്കും. ക്ലാസ്സുകൾ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ചാനൽ. ഓക്കെ, താങ്ക്